കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മാധ്യമങ്ങൾ, അത് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒപ്പം സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ പക്ഷപാതിത്വം വെച്ചു പുലർത്തുന്നുണ്ടോ? അങ്ങനെ വെച്ചു പുലർത്തുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? അത് അധികമായാൽ ജനങ്ങളെ, സാമൂഹിക ജീവിതത്തെ ഒക്കെ ബാധിക്കുമോ? എന്ത് താല്പര്യമാണ് രാഷ്ട്രീയ പാർട്ടികളോട് പക്ഷപാതിത്വം കാണിക്കാൻ മാധ്യമങ്ങളെ സഹായിക്കുന്നത്? ഇന്നത്തെ ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ റെജി നളന്ത. അദ്ദേഹം അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. സ്വാഗതം സാർ. മാധ്യമങ്ങളുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം അടുത്ത കാലത്തായിട്ട് അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ ശ്രോതാക്കൾ, നമ്മൾ കേൾവിക്കാർ, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ അനുഭവിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ രാഷ്ട്രീയമായ നിലപാടുകൾക്കനുസൃതമായി നിന്നാൽ നമുക്ക് ചില നിഷ്പക്ഷ നിലപാടുകളായ ജനങ്ങൾക്കുണ്ട് എന്ന് നാം വിചാരിക്കുന്ന കുറേ പേര്. നമുക്ക് കുറേ മൂല്യങ്ങളുണ്ട്, സദാചാര ബോധ്യങ്ങളുണ്ട്, സാമൂഹികമായ നന്മകളുണ്ട്, പരമ്പരാഗതമായി പൈതൃകമായി നമുക്ക് കിട്ടിയ ചില വെളിപാടുകളുണ്ട്. ഇതിന് ഒക്കെ നഷ്ടപ്പെടുമെന്നൊരു തലത്തിലേക്ക് ഈ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുള്ള രാജ്യത്ത് പത്രങ്ങൾ നിഷ്പക്ഷ നിലപാടെടുക്കേണ്ടതിന് പകരം രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നതിൽ പക്ഷപാതിത്വം കാണിക്കുന്നത് ആശാസ്യമാണ്. പത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ, ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ന് പ്രമുഖ പത്രങ്ങൾ എന്നറിയപ്പെടുന്ന പത്രങ്ങളൊക്കെ തന്നെ ഒരു ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര നിലപാടെടുത്തവരായിരുന്നു. പക്ഷെ അത് പിന്നീട് കാലങ്ങൾ കൊണ്ട് നമ്മൾ ഈ ജനാധിപത്യത്തിൽ നിന്ന് പണാധിപത്യത്തിലേക്ക് കടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവർ മാറിയിരിക്കുന്നു. ഒന്ന് പ്രധാനപ്പെട്ടൊരു കാരണം, അവർ അതിൻ്റെ തുടക്കക്കാരായിരുന്നില്ല. പിന്നെ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അവരെ പണം സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ നമുക്ക്. അതുകൊണ്ട് തന്നെ അവർ ചില പക്ഷം ചേർന്ന് നിൽക്കാനും പിന്നെ പഴയ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ അത്രയും ഒരു ആർജവം അവർക്കില്ലായിരുന്നു. ഒരു ശക്തമായ നിലപാടെടുത്ത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശേഷി അവർക്കില്ലായിരുന്നു. അതും ഒരു കാരണമാണ്. അങ്ങനെയൊക്കെ അറിയാമല്ലോ, ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ അദ്ദേഹത്തെ നാടുകടത്തുകയുണ്ടായി. ആ നാടുകടത്തപ്പെട്ടത് അദ്ദേഹത്തിന് ശക്തമായ എഡിറ്റോറിയൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ, ഒപ്പം തന്നെ അന്നത്തെ നമ്മുടെ ആദ്യകാലത്ത് ഭരണാധികാരികൾ ദിവാൻമാർക്കൊക്കെ എതിരെ അതിശക്തമായ നിലപാടെടുത്തു. അപ്പോൾ ആ നിലപാടുകൾ എടുക്കുന്ന തരത്തിലേക്കും ജനങ്ങൾക്കിടയിലെ ഒരു സത്യസന്ധമായ വാർത്ത ചെയ്യുന്നതിനെ സംബന്ധിച്ചുമുള്ള നിലപാടായിരുന്നു അത്. അത്തരം നിലപാടുകളാണോ ഇപ്പോൾ അന്യം നിന്നെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നമുക്ക് നമ്മുടെ പത്രമാധ്യമങ്ങളിലുള്ള അവരുമായി ഇന്നിപ്പോൾ നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല. കാരണം ഇത് ഒരുപാട് മാറിപ്പോയി. ആരെ വാഴിക്കണം, ആരെ വീഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പത്രങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പണത്തിന് വലിയ സ്വാധീനമുണ്ട്. നമ്മൾ പലപ്പോഴും നിഷ്പക്ഷമതികളായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പത്രങ്ങൾ പോലും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഈ രാഷ്ട്രീയ പക്ഷപാതിത്വം മാധ്യമങ്ങൾക്ക് വരാൻ അപ്പോൾ നമ്മളിപ്പോൾ 2-3 തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് അങ്ങേക്കറിയാം. അതായത് നമ്മൾ ഇത് പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തുടങ്ങിയ തലത്തിൽ ചർച്ച ചെയ്യണം. പക്ഷേ നമ്മൾ പത്രമാധ്യമങ്ങൾ ആദ്യം എടുക്കുന്നതിൻ്റെ കാര്യം, ആദ്യകാലത്ത് പത്രമാധ്യമങ്ങളായിരുന്നു ജനങ്ങളെ സ്വാധീനിച്ചിരുന്നത്. പത്രം വരാൻ കാത്തിരിക്കുന്ന ജനങ്ങളായിരുന്നു. ഇപ്പോൾ ഈ എൻ്റെ ജീവിതയാത്ര എന്ന് പറയുന്ന കൃതിയിൽ അബ്ദുൽ കലാം പറയുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ തന്നെ 5:30 അന്നത്തെ ഈ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലമായ സമയത്ത് രാമേശ്വരത്ത് വണ്ടി നിർത്താതെ കടന്നു പോകും. ആദ്യം സ്റ്റോപ്പ് ഉണ്ടായിരുന്നു തീവണ്ടിക്ക് രാമേശ്വരത്ത്, പിന്നെ സ്റ്റോപ്പില്ലായിരുന്നു. അപ്പോൾ അവിടെ നിർത്താതെ കടന്നു പോകുന്ന ബോഗിയിൽ നിന്നാണ് ഈ പത്രങ്ങൾ എറിഞ്ഞിരുന്നത്. 1000-ഓളം കുടുംബങ്ങളിൽ അന്ന് രാവിലെ ഈ പത്രങ്ങൾ എത്തിക്കണമായിരുന്നു. അപ്പോൾ 1000-2000-ഓളം കണ്ണുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഈ കണ്ണുകളിൽ വേനലുമായി കാത്തിരിക്കുന്ന ആളുകൾ പത്രത്തിലുണ്ട്. അപ്പോൾ ആ പത്രത്തിലൊക്കെ വായിക്കുന്ന ആളുകൾക്ക് നിലപാടുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുണ്ടാവാം. പക്ഷേ പിന്നീട് നമ്മൾ നിഷ്പക്ഷമെന്ന് പറഞ്ഞ ചില പത്രങ്ങൾ പോലും രാഷ്ട്രീയ പക്ഷപാതിത്വത്തിലേക്ക് നീങ്ങിയിട്ടില്ലേ? അല്ല, അതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞാണ്. നമ്മൾ ഈ പത്രം ആരംഭിച്ച ആളുകൾക്ക് അവർക്ക് വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നാടിനു വേണ്ടി ജീവിച്ചവരായിരുന്നു അവർ. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഭരണകാലത്ത് ശക്തമായ നിലപാടുകളെടുത്ത പത്രമാധ്യമങ്ങളുണ്ട്. അവരുടെ അടുത്ത തലമുറ വന്നപ്പോഴേക്കും അതൊരുപാട് മാറിപ്പോയി.
ആ മൂല്യച്യുതി അവിടെ മുതൽ ആരംഭിച്ചു. അവരുടെ കൊച്ചുമക്കളായപ്പോഴേക്കും ഇത് തികച്ചും ഒരു പണത്തിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് അതായത് ഒരു പണാധിഷ്ഠിത സംരംഭം എന്ന നിലയിലേക്ക് അത് മാറി പത്രങ്ങൾ എന്നുള്ളതാണ്. മാറി തീർച്ചയായിട്ടും. അതായത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയ, അതെ പ്രോഫിറ്റ് മോട്ടീവായ ഒരു 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 പദ്ധതിയായി ഇത് മാറുന്നു എന്നാണ്. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു സദാചാര ബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയെ അത് ശക്തമായി ബാധിക്കില്ലേ? അത് മാരകമായി ബാധിക്കില്ലേ? അതിപ്പോൾ അക്ഷരങ്ങളുടെ ലോകത്ത് നമുക്കൊരു കാലഘട്ടത്തിൽ അറിയാം സ്കൂൾ നടത്തുന്നവരാരായിരുന്നു, ആ സ്കൂളിൻ്റെ നടത്തിപ്പുകാരാരായിരുന്നു, പത്രമാധ്യമങ്ങളുടെ നടത്തിപ്പുകാരാരായിരുന്നു. അവർ അക്ഷരങ്ങളെ സ്നേഹിച്ചിരുന്നവരാണ്. പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്നത് എന്താണ്? അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരല്ല, നല്ല ബിസിനസ്സുകാർ പത്രദൃശ്യ മാധ്യമങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് അല്ലേ. ഇപ്പോൾ അടിമാലിയിൽ ഒരു വലിയ വ്യവസായി ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ എറണാകുളം ഭാഗത്തു നിന്ന് കുറച്ച് പേര് വന്നു, നമുക്കൊരു ദൃശ്യമാധ്യമം ആരംഭിക്കണമെന്നും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ വലിയ നഷ്ടത്തിലുള്ളൊരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരതിൻ്റെ പുതിയ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തോട് പറയും, അദ്ദേഹം അവരെ ഓഫീസിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും കാലത്തിന് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ പത്രമാണ്. മറ്റൊരു പത്രമാണ്. ആ പാർട്ടിയുടേതായ ചില വ്യവസ്ഥാപിത നയങ്ങളുണ്ട്. ആ നയങ്ങളെ പ്രഘോഷിക്കാനും അത് പ്രിന്റ് ചെയ്യാനുള്ള പത്രമാണത്. അതുകൊണ്ട് സംശയം വേണ്ട. പൊതുവേ തന്നെയല്ല, ഇപ്പോൾ നിഷ്പക്ഷമായ വാർത്തകളും അതിനകത്ത് വരും. പക്ഷേ ആ പാർട്ടിക്ക് പാർട്ടിപ്പത്രം എന്ന നിലയിൽ ആ പാർട്ടിക്ക് അത് ചെയ്തേ പറ്റൂ. വീക്ഷണം കോൺഗ്രസിൻ്റെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പത്രം എന്ന നിലയിൽ വീക്ഷണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ജിഹ്വയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ജന്മഭൂമി അല്ലേ, തീർച്ചയായിട്ടും അറിയാം, അത് BJPയെ സംബന്ധിച്ചാണ്. അവരങ്ങനെ പ്രവർത്തിക്കട്ടെ. പക്ഷേ ഇത് ഒന്നുമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില പത്രങ്ങളുണ്ടല്ലോ, ആദ്യകാല പത്രങ്ങൾ. ജന്മഭൂമിയെയും അതുപോലെ ദേശാഭിമാനിയെയും വീക്ഷണത്തെയും ഒക്കെ നമുക്ക് ഒരു പാർട്ടി പത്രമായിട്ടും അവരവരുടെ ഈ പറയുന്ന അവരെ പാർട്ടിയെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പോകുന്നു. അത് ശരിയാണ്, അവരങ്ങനെ പോകട്ടെ, നമ്മൾ അവരെ അങ്ങനെ കാണേണ്ടതേ ഉള്ളൂ. മറിച്ച് നമ്മൾ ഒരു സ്വതന്ത്ര മാധ്യമം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പല പ്രമുഖ പത്രങ്ങളും ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ കാലഘട്ടത്തിലും വളരെ മാറിപ്പോയി. അത് നാടിന്റെ ഒരു ജീർണതയാണ്. സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന പത്രങ്ങളുണ്ടെന്ന് ഓർക്കണം, ഇല്ലേ? വളരെ നിന്ന പത്രങ്ങളുണ്ട്. ഇപ്പോൾ ദീപിക ഒരു പക്ഷെ വളരെ പഴക്കമുള്ള നമ്മുടെ പത്രങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ പത്രങ്ങളിലൊന്നാണ്. പക്ഷെ അതിന് പിന്നിൽ ഒരു ഒരു മതവിഭാഗം ഉണ്ടെന്ന്. ഇപ്പോൾ രാഷ്ട്രീയത്തിന് മൊത്തത്ത് മതവിഭാഗങ്ങൾ പത്രങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിപ്പോൾ ഇവരെ മാർക്കറ്റ്, ഇപ്പോൾ രാഷ്ട്രീയം പോയല്ലോ സാറേ. രാഷ്ട്രീയ മതം രാഷ്ട്രീയത്തിലേക്ക് കയറിയോ അന്ന് രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞു പോയി. ഒരു കാലത്ത് മതമാണ് ഈ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത്, അതിൽ നിന്ന് ഭിന്നമായി വന്നതാ നമ്മൾ. അല്ല, ഇന്നിപ്പോ ഗാന്ധിജി പറഞ്ഞത് എന്താണ്? ആദ്യം ഗാന്ധിജി പറഞ്ഞത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്നാണ്. പിന്നീട് ഗാന്ധിജി പറഞ്ഞത് ഈ രാജ്യത്തെ ഒരു മതമേ ഉള്ളെങ്കിൽ പോലും അത് രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടരുതെന്നാണ് ഗാന്ധി. അല്ല, എന്നിട്ട് നേരെ തിരിച്ച് സംഭവിക്കുകയാണ്. അപ്പോൾ എന്ന് മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി അല്ലെങ്കിൽ അനുവദിച്ചോ അന്ന് മുതൽ രാഷ്ട്രീയത്തിൻ്റെ ജീർണതയായി. ഇന്നിപ്പോൾ രാഷ്ട്രീയത്തെ നയിക്കുന്നത് മതമാണ്, ഒരു സംശയമില്ല. അപ്പം രാഷ്ട്രീയ നേതൃത്വം മതമേലധ്യക്ഷന്മാരുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മതവും രാഷ്ട്രീയവും കൂടിക്കലരുന്ന ഒരു പത്ര സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു മാധ്യമ സംസ്കാരം മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇല്ലേ? ഇപ്പം ഈ ഭരണാധികാരികൾ സത്യത്തിൽ എഴുത്തുകാരെ ഭയപ്പെടുന്നുണ്ടെന്ന് അറിയാലോ. ലോകത്ത് ഭരണം ഉണ്ടായ കാലം തൊട്ട് തന്നെ കവികളെ, എഴുത്തുകാരെ, അല്ലെങ്കിൽ അവരുടെ രാജസദസ്സ് നിലനിന്ന കാലം തൊട്ട് തന്നെ അവർ ഈ എഴുത്തുകാരെയും കലാകാരന്മാരെയും ഒക്കെ പ്രത്യേകിച്ച് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു പുച്ഛം തന്നെയായിരുന്നു ഇവരോടൊക്കെ. പക്ഷെ അതെന്താ അതിൻ്റെ കാരണം എന്നറിയാലോ? തീർച്ചയായിട്ടും ഇവരുടെ കൽപ്പനകളെക്കാൾ നിലനിൽക്കുന്ന എഴുത്തുകാരൻ്റെ കൽപ്പനകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടർത്ഥത്തിലാണ്. അപ്പോൾ അതാണ് എന്ന് അവർക്കറിയാം. അപ്പോൾ ഭരണാധികാരികൾ എഴുത്തുകാരെ ഭയപ്പെടുന്നുണ്ട്, പക്ഷേ അവരോടൊരു പുച്ഛം സൂക്ഷിക്കുന്നുമുണ്ട്. ഇത് തന്നെ ഈ പത്രക്കാരെ തങ്ങളുടെ ചൊൽപ്പടിയിൽ തന്നെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ലോകത്തെമ്പാടും കാണാം. ഏതൊക്കെ പത്രത്തെ വിലക്കെടുക്കാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തുകയാണ് അവർ ഈ പാർട്ടിയുടെ പത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നും അതിനുള്ള ഡയറക്ഷൻ എല്ലാം കൊടുക്കുകയാണ്. നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ വളരെ ഒരു തിരക്കഥ എഴുതിയാണ് ചാനൽ ചർച്ചകൾ നടത്തുന്നത്. ഇത് നമ്മുടെ
സാധാരണ ഒരു പ്രേക്ഷകന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു തിരക്കഥ, ഒരു സംവിധാനം ഉണ്ടാക്കിയാണ് ദൃശ്യമാധ്യമങ്ങൾ ചാനൽ ചർച്ച അല്ല അത് ചാനൽ ചർച്ച ഇങ്ങനെ വലിഞ്ഞു നീണ്ടു പോവുകയാണ്. അത് ഏ? ഞാൻ തീർച്ചയായിട്ടും നമ്മൾ പത്രമാധ്യമങ്ങളുടെ ഒരു ഇത് കഴിഞ്ഞ് ഞാനിതിലേക്ക് കടക്കാമെന്നാണ് വിചാരിച്ചത്. ഉം, ഉം, അങ്ങനെ സൂചിപ്പിച്ചതുകൊണ്ടാണ് പത്രമാധ്യമങ്ങൾ ഒരു രംഗത്ത് ഇങ്ങനെ തുടരും. പത്രമാധ്യമങ്ങളുടെ പ്രസക്തി നമ്മൾ വിചാരിക്കുന്നത് പോലെ ആദ്യകാലത്ത് ഒരു 10 വർഷം മുമ്പ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു അതിപ്രസരത്തിലൂടെ പത്രമാധ്യമങ്ങൾ ഇല്ലാതായി പോകുന്നതാണ്. അതെ. പക്ഷെ ഒരിക്കലുമില്ല. ഉം. പത്രമാധ്യമങ്ങൾക്ക് വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല. പത്രം വായിക്കാൻ ആളുകൾ ഇപ്പോഴും ഉണ്ട് താനും. പത്രങ്ങൾ ഇപ്പോഴും ദേശീയ പത്രങ്ങൾ ഉൾപ്പെടെ നല്ല സർക്കുലേഷനിൽ പോകുന്നുണ്ട്. ആളുകൾ അങ്ങനെ വായിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല സാർ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പത്രമാധ്യമങ്ങളുടെ സർക്കുലേഷൻ വളരെയേറെ കുറഞ്ഞു. ഞാൻ ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്. പ്രത്യേകിച്ചും മാഗസിനുകൾ, പത്രങ്ങൾ, അതിൻ്റെ വിൽപ്പന ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 80% തന്നെ കുറഞ്ഞു. വായനക്കാരിലേക്ക് ഇനി വരുമെന്നുള്ളതൊരു സത്യമാണ്. വായനയിലേക്ക് ആളുകൾ എത്തുമെന്നുള്ളതൊരു സത്യമാണ്. എങ്കിൽ പോലും ഇപ്പോൾ അത് വളരെ കുറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇത് ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ 3 മണിക്ക് 4 മണിക്കൊക്കെ നമ്മൾ ബസ് സ്റ്റേഷനുകൾ പോയി തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ പത്രവിൽപ്പന സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആളുകൾ ഏതൊക്കെ പത്രമാണ് വന്ന് കൂടുതൽ വാങ്ങുന്നത്, യാത്രക്കാർ എന്നൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ വിൽപ്പന നടക്കുന്ന നന്നായിട്ട്. അതുപോലെ എൻ്റെ ഗ്രാമത്തിലായാലും ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് അവിടെ ഒരു വലിയ കുറവ് സംഭവിച്ചു. ചെറിയ കുറവൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മാഗസിൻ ശരിയാണ്. ആ കാര്യത്തിൽ വാരികകൾ അല്ലെങ്കിൽ മാസികകളൊക്കെ ഒത്തിരി എണ്ണം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലേക്ക് വരാം. ഈ ദൃശ്യമാധ്യമങ്ങളാണ് ഇപ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമ രംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ ആദ്യകാലത്ത് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പിന്നെ വല്ല ഏഷ്യാനെറ്റ് വരുന്നു. അതിനുശേഷം ധാരാളം മാധ്യമങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവർ വല്ലാത്ത കിടമത്സരമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ കിടമത്സരങ്ങൾ എങ്ങോട്ടാണ് ജനങ്ങളെ നയിക്കുന്നത്? ഈ റേറ്റിംഗ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം വാർത്തകൾ വ്യക്തമായി മനസ്സിലാക്കാതെ റേറ്റിങ്ങിന് വേണ്ടി ഇത് വളരെ സസ്പെൻസായിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാതെ റേറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു വല്ലാത്തൊരു കാര്യമുണ്ട്. അത് കാര്യമായിട്ട് ഇതിൻ്റെ സത്യസന്ധതയെ ബാധിക്കുന്നുണ്ട്. റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ, ഏതെല്ലാം തരം താണ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതെല്ലാം അവർ സ്വീകരിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും വളരെ കുൽസിതമായ മാർഗങ്ങൾ, വളരെ കുൽസിതമായ മാർഗങ്ങൾ. ഇപ്പം അതിഭാവുകത്വപരമായി വാർത്തകൾ സൃഷ്ടിക്കുക, എന്നിട്ട് അത് വളരെ അതിശയോക്തിപരമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. ജനങ്ങൾക്ക് കിട്ടുമ്പോഴുള്ള ഫീല് അവിടെ നടന്ന സംഭവത്തെക്കാൾ എത്രയോ ഇരട്ടിയായിട്ടാണ് ആ സാധനം വന്ന് കയറുന്നത്. അപ്പോൾ ഒരു ചാനൽ അത് അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു ചാനലിന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് റേറ്റിംഗിന്റെ പ്രശ്നം വരുന്നത്. അത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ, ഇവിടെ പേര് പറയുന്നതിന് നമുക്ക് ചാനലാകുമ്പോൾ ദൃശ്യ ആളുകൾക്കെല്ലാം അറിയാലോ. റിപ്പോർട്ടർ, ഒപ്പം തന്നെ മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, ജനം, കൈരളി, അതുപോലെ ഏഷ്യാനെറ്റ്, ഇതുപോലുള്ള ചാനലുകൾ, ഇപ്പോൾ 24 ഇതുപോലുള്ള ചാനൽ, ഇപ്പോൾ 24, അതുപോലെ തന്നെ റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, ഈ 3 ചാനലുകളാണ് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. മനോരമയൊക്കെ താഴെ പോയി. മനോരമ പത്രത്തിൽ വളരെ മുന്നിലാണെങ്കിൽ പോലും അവര് ഈ ചാനൽ റേറ്റിംഗിൽ മാതൃഭൂമിയും താഴെയാണ്. പക്ഷേ ഈ മറ്റ് ഞാനിപ്പോൾ സൂചിപ്പിച്ച 3 ദൃശ്യ മാധ്യമങ്ങൾ വല്ലാത്ത കിടമത്സരങ്ങളിലാണ്. അവർ പരസ്പരം പഴിചാരുന്നുണ്ട്. ഈ സെൻസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകൾ, അതിനൊപ്പം ഇവർക്ക് റേറ്റിംഗ് കൂടിയാൽ ഇതിനിടയിൽ നടക്കുന്ന കച്ചവടത്തിൻ്റെ റേറ്റും വളരെ വലുതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ തന്നെ പറയുകയാണ്. ഈ റേറ്റിംഗ് കൂടുന്നതനുസരിച്ചാണ് ഇവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവർ നടത്തുന്ന ബിസിനസ് ചെറിയ ബിസിനസ് അല്ല, വലിയ ബിസിനസ്സാണ് നടത്തുന്നത്. ജനങ്ങളെ അത് നേരിട്ട് ബോധ്യപ്പെടുത്താത്ത രീതിയിൽ ഇപ്പം ചില രാഷ്ട്രീയ പാർട്ടികളോട് അമർഷം പുലർത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ചില മുഖ്യധാര ചാനലുകൾ നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ അവരുടെ ആളല്ല. പക്ഷെ ഇവർ അതിനിടയിലൂടെ വളരെ മനഃശാസ്ത്രപരമായിട്ട് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുകയാണ്. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനൊരു കൃത്യമായ തിരക്കഥ ഉണ്ടാക്കിയാണ് ചാനൽ ചർച്ചകൾ പോലും നടത്തുന്നത്. ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ ആളുകൾ മാറുക, കേൾക്കുന്ന ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൃശ്യമാധ്യമത്തിലെ ടി വിയുടെ സ്വാധീനം ഇപ്പോൾ സാറിന് നമുക്ക് ആദ്യം അറിയാം. ഏറ്റവും പണ്ട് കുട്ടികൾ റേഡിയോയുടെ മുന്നിലാണെന്നായിരുന്നു രക്ഷിതാക്കൾ അധ്യാപകരുടെ അടുത്ത് പരാതി പെടുന്നത്. റേഡിയോ പരിപാടി കേൾക്കുകയാണ്, പിന്നീട് ചാടിപ്പോയി സിനിമ കാണുക എന്നായിരുന്നു, പിന്നീട് അത് വന്ന് ടി വി കാണുക എന്നായി, പിന്നീട് അത് മൊബൈൽ ഫോണിലേക്ക് എത്തി. ഇവിടെ നിന്നെല്ലാം മാറുക. അപ്പോൾ ഇപ്പോൾ
ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുക. അല്ല, ഞാൻ അത് മനസ്സിലാക്കുന്നതാണ്. ഏതൊരു കാലത്തും ഉം. ജനത്തിന് മടുപ്പ് വരും. ഏതൊരു മാധ്യമത്തോടും മടുപ്പ് വരും. അതെ. അപ്പോൾ അത് ജനം പുതുമ തേടും. കാര്യം സംശയമില്ല. പുതുമ തേടി തേടി പോകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒന്നും അല്ല, നഷ്ടപ്പെടും. പുതുമ മാത്രമല്ല അതിൻ്റെ അകത്തൊരു കാരണം. ഇപ്പോൾ ആളുകൾക്ക് ഒരു 30 സെക്കൻഡ്, ഒരു 1.5 മിനിറ്റ് ആയിരുന്നു അത് പോയിട്ട് ഏതാണ്ട് ഒരു നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പറഞ്ഞ് 20 മിനിറ്റ് ആയിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. ഒരാൾ കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സമയം അതായത് 20 മിനിറ്റ് ആയിരുന്നു. പാൻ ഓഫ് കോൺസെൻട്രേഷൻ. അതെ. അപ്പൊ ഇത് മാറിയിട്ട് കുറഞ്ഞു വന്ന് 1 മിനിറ്റ് 20 സെക്കൻഡായി, ഇപ്പം 90 സെക്കൻഡായി, ഇപ്പം വീണ്ടും 30 സെക്കൻഡിലേക്ക് വന്നു. അപ്പൊ ഇത് ക്ഷമിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഒരു വീട്ടിൽ ഇപ്പം 5 പേരുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് കയറി ചെന്നാൽ വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ ഈ TV അവിടെ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന കാണാം, പക്ഷെ എല്ലാവരും ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. അല്ല, തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമുണ്ട്. അതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും വരാം. അപ്പോൾ ഈ ചാനലുകളിൽ നിന്ന് മാറി ആളുകളുടെ കാഴ്ച കുറഞ്ഞു എന്ന് കരുതി ചാനലുകൾ അപ്രസക്തമായിട്ടില്ല. ഇല്ല, വളരെ വലുതായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ചാനലുകൾ. അപ്രസക്തം തന്നെയല്ല, ഈ ചാനലുകളുടെ പരസ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ആ പരസ്യം ഇപ്പോൾ ഒരു വയസ്സായ കുട്ടി ശ്രദ്ധിക്കും. ഒരു വാർത്തയും ശ്രദ്ധിക്കാത്ത ആളുകൾ പരസ്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് TV-യിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം അത്രമാത്രം കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കത്തെ പോലും സ്വാധീനിക്കുന്ന തലത്തിൽ തിരക്കഥ മെനയുന്നുണ്ട് എന്ന് ആദ്യം പറഞ്ഞൊക്കെ ശരിയാണ്. ചാനൽ ചർച്ചകളും അങ്ങനെയാണ്. അപ്പോൾ ഈ സന്ധ്യാ ചർച്ചകൾ, പ്രത്യേകിച്ച് വൈകിട്ട് സായങ്കാല ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു പങ്ക് ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്, നല്ലൊരു പങ്ക് ആളുകൾ കാണുന്നുണ്ട്. വളരെ ദൈക്ഷണിക ശേഷിയുള്ള ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, വളരെ സംസ്കാര സമ്പന്നരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത് ഇതിനിടയ്ക്ക് ഒന്നും പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി. ഇപ്പോൾ സോപ്പാണെന്ന് വിചാരിച്ചു, ഗോദ്രേജ് ഒരു സോപ്പ് ഇറക്കിയാൽ അത് മാർക്കറ്റിലേക്ക് ഏറ്റവും വില കുറച്ച് ഇറക്കി, കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഇത് വാങ്ങി കഴിഞ്ഞ് അവർക്ക് നഷ്ടത്തിലായിരിക്കും ആ സോപ്പ് കൊടുക്കുന്നത്. പക്ഷെ അവർ പെട്ടെന്ന് തന്നെ ആ സോപ്പിൻ്റെ റേറ്റ് കൂട്ടി. ഇപ്പോൾ നമുക്കൊരു കാലഘട്ടത്തിൽ ഗോദ്രേജിൻ്റെ ഫ്രസ്ക അങ്ങനെയൊക്കെ ബോർഡുകളിൽ റേറ്റ് കൂട്ടിയാലും അടുത്തൊരു സോപ്പ് അതിന് പകരം അവരിറക്കും. പക്ഷെ ആ സോപ്പിൽ എത്ര വില കൂട്ടിയാലും 30% കസ്റ്റമേഴ്സ് ഇങ്ങനെ ക്ലിക്കായി കിടക്കും, അഡിക്ഷനായി കിടക്കും. തീർച്ചയായിട്ടും അവർ മാറില്ല. ഇപ്പം എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും പത്രം സ്ഥിരമായി കിട്ടി വായിക്കില്ല. പത്രം സ്ഥിരമായി വായിക്കുന്ന ആളുകളുണ്ടല്ലോ. പത്രം കിട്ടാതെ പറ്റില്ല അവർക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ പറ്റില്ല. കുറേ പുതിയ തലമുറയൊന്നും പത്രത്തിലേക്ക് പോകുന്നില്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും ഈ ചാനൽ ചർച്ചയുടെ സ്ഥിരം ശ്രോതാക്കളായിട്ട് ധാരാളം ആളുകളുണ്ട്. ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ ഈ ആളുകളൊക്കെ ഇപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടുള്ള ആളുകളാണല്ലോ നമ്മുടെ ആളുകളെല്ലാം തന്നെ. പക്ഷെ ഈ ആളുകളെ, നിഷ്പക്ഷരായ ആളുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ചാനൽ ചർച്ചകൾ, ഈ ചാനലുകളുടെ പ്രത്യേകത മിക്കവാറും 2-3 ചാനലുകൾ കേരളത്തിൽ ഭരണകക്ഷിയെ നന്നായി ആക്രമിക്കും, ശരിക്ക് ആക്രമിക്കും. ആ ഭരിക്കുന്ന കക്ഷി ആരാണോ അവരെ ആക്രമിക്കുക എന്നുള്ളൊരു നയമായിട്ട് എടുക്കുന്ന ചാനലുകളുണ്ട്. ചില അവർക്കും ഭരിക്കുന്ന കക്ഷികൾ പരസ്യമൊക്കെ കൊടുക്കും. അല്ലാതെ എക്കാലത്തും അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണല്ലോ നമ്മളൊരു സവർണ പ്രതിപക്ഷമായിരിക്കണം എന്ന് വൈലോപ്പിള്ളി പറഞ്ഞു. ഒരു ചാനൽ ഇങ്ങനെ ഈ ആളുകളെ വെച്ചിട്ട് ഒരാളെ ഒരു പാർട്ടിക്ക് വേണ്ടി, മറ്റൊരാളെ വേറൊരു പാർട്ടിക്ക് വേണ്ടി, ഇങ്ങനെ ഇവര് തന്നെ വീതം വെച്ചിട്ട് ഇവരിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്, അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ സത്യത്തിൽ ഈ പാർട്ടിയോട് ആത്മാർത്ഥമായി കൂറുള്ളവരാണെന്ന് ശ്രോതാക്കൾ വിശ്വസിക്കുന്നുണ്ടാവോ? അല്ല, ഞാൻ ആദ്യം പറഞ്ഞൊരു കാപട്യം അതിൻ്റെ അകത്തുണ്ട്. ഈ പാർട്ടിയുടെ ആളുകളല്ല എന്ന് വിശ്വസിപ്പിച്ച് ചെയ്യുന്നുണ്ട്, ആണെന്ന് വിശ്വസിപ്പിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും വീട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിനെ വിമർശിച്ച് അല്ലെങ്കിൽ മോഡിയെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് ഇത് മനസ്സിലാകുന്നില്ലോ. ഇപ്പോൾ ശശി തരൂർ സംസാരിച്ചാൽ എപ്പോഴും മോഡിക്കെതിരെ സംസാരിക്കാവൂ എന്ന് ആണ് ഇവരുടെ ഒരു പക്ഷം. പക്ഷേ ശശി തരൂരിനെ ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സാധനം വരണം. അത് വന്നതിന് ശേഷം പറയുന്നത് ശ്രദ്ധിക്കപ്പെടും. അതൊരു ടെക്നിക്കാണ്. അത് നമ്മുടെ കോൺഗ്രസിന് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് അത് കോൺഗ്രസ് മനസ്സിലാവണം നിർബന്ധമില്ല. കാരണം വെച്ചാൽ അയാൾ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, അതല്ല നമ്മുടെ ചർച്ച. അല്ല, എന്നതുപോലെയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങൾ ഈ ചാനലുകാർ നടത്തുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ കൃത്യമായ പരസ്യം വന്നു ചേരുന്നുണ്ട് ഇവർക്ക്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. കൃത്യമായി തിരക്കഥ എഴുതിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നും ഇവർക്കെല്ലാം കൃത്യമായ പേയ്മെന്റും പോകുന്നുണ്ട്. അല്ല, അതിന് ഇവർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ഇവർക്ക് മാന്യമായ ശമ്പളമൊക്കെ കിട്ടേണ്ടവരല്ലേ? അല്ല, ഈ രൂപത്തിൽ അതിന്റെ പേയ്മെന്റ് പോകും.
പരസ്യമായിട്ട് പേയ്മെന്റ് പോകും. ഉവ്വ. അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത്. അത് എക്കാലത്ത് ഏത് പാർട്ടി ഭരിച്ചാലും ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു പ്രത്യേക പാർട്ടി കുറ്റപ്പെടുത്തുകയല്ല. ചാനലുകൾ പൊതുവെ നല്ല ശമ്പളം പിന്നെ കൊടുക്കുന്നു എന്ന് ധാരണയുണ്ടോ? ദൃശ്യപത്ര മാധ്യമങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളത് ഇവിടെ ആദ്യത്തെ നടപടിയാണ്. കാരണം അതില്ലാതെ പോകാൻ പറ്റില്ല എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പം സാറിന് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുഖ്യധാര പത്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കെങ്കിലും നിലനിൽക്കാൻ പറ്റുമായിരുന്നു. ആ കാലത്തിൽ നമുക്ക് വലിയൊരു അനുകൂലമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ. ഇന്നിപ്പോൾ പത്രമാധ്യമങ്ങൾ ആരെങ്കിലും നമ്മളെ ചോദ്യം ചെയ്യും? ചോദ്യം ചെയ്യില്ല. ദൃശ്യപത്ര മാധ്യമങ്ങളെ ഭരണകർത്താക്കൾ കയ്യിലെടുക്കുന്നു എന്ന് വച്ചാൽ ഉം. അതൊരു വലിയ സാമൂഹിക അപജയമല്ലേ? നമ്മൾ നവോത്ഥാനത്തിൽ കടന്നു വന്ന സമൂഹമാണെന്ന് ഓർക്കണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എത്രയോ പിന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ഭരണകർത്താക്കൾ കയ്യിലെടുത്താൽ വേറൊരു ദൂഷ്യം കൂടി അങ്ങേക്കറിയാലോ. അതായത് ഞാൻ പറയുന്നത്, ഈ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണക്രമമുള്ള രാജ്യമാണ്. ഉം. ഈ പത്രങ്ങളെയും ദൃശ്യമാധ്യമങ്ങളെയും കയ്യിലെടുക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതൊരു സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങുന്നു എന്നാ. അല്ല, ഇപ്പം അങ്ങനെയാണ് പോക്ക്. ഇപ്പൊ നമുക്ക് തന്നെ ഈ കാര്യത്തിൽ എന്താണ് സംശയമുള്ളത്? എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മുഴുവൻ കൂച്ചുവിലം കിട്ടിയിരിക്കുന്നു എന്ന് പറയാനാവില്ല. തീർച്ചയായിട്ടും പക്ഷെ കൂച്ചുവിലങ്ങിലേക്ക് ചിലപ്പോൾ സംഭവിക്കാം വരാം. എന്നൊരു സൂചനയുണ്ട്. സൂചനയുണ്ട്. ഇല്ലേ? സൂചനയുണ്ട്. എല്ലാ എഴുത്തുകാർക്കും സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്ന്. ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ അവിടെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ സ്വാധീനമല്ലേ വരുന്നത്. ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ പ്രസക്തി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ചില ചാനലുകൾക്ക് ഇല്ലാത്ത റേറ്റിംഗ് അല്ലേ ചില യൂട്യൂബ് ചാനലുകൾക്കുള്ളത്. അതെ. അവരെ കേൾക്കാൻ ആളുകൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. ഇവരെ ഇപ്പൊ വിലക്കെടുക്കുന്നുണ്ട്, ഇവരെയും വിലക്കെടുക്കുന്നുണ്ട്. ഇപ്പൊ മറുനാടൻ പോലുള്ളവർ കേൾക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ചെയ്യാത്തത് എന്താണ്? അന്വേഷണമാണ്. അതുപോലെ ജോയി മാത്യു പോലുള്ള ആളുകൾ ഈ ലിമിറ്റഡ് കമ്പനികൾക്ക് കുറെ ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരും ഇത്തരം സ്വാധീനത്തിൽ പെട്ടുപോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയല്ല, ഒരു വ്യക്തിക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. അതിനുശേഷം അടുത്ത തലമുറ ഏൽപ്പിക്കുമ്പോഴേക്കും ഇത് മാറിപ്പോകും. അത് തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ബ്ലോഗർമാരുടെ കാര്യം, അതുപോലെ വീഡിയോ ചെയ്യുന്ന, അങ്ങനെ ഒത്തിരി ആളുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമാവുകയാണ് ചിലർ, അല്ലേ? അതെ. ഇപ്പം ജനങ്ങളുടെ ടേസ്റ്റ് മാറിയത്, ഈ ശ്രോതാക്കളുടെ ടേസ്റ്റ് മാറിയത് പല ദൃശ്യമാധ്യമങ്ങളും അറിയുന്നില്ല. ഇപ്പൊ പെർഫെക്ഷനുള്ള വീഡിയോകൾ എടുത്തു വിടുന്നത് ആൾക്ക് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ടൊരു സാധനം കാണാൻ താല്പര്യമില്ല. ആൾക്ക് എന്തെങ്കിലും അതിൻ്റെ അപാകതകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയക്കാർ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ റേറ്റിംഗ് നോക്കുന്നുണ്ട്. അല്ലെ, സോഷ്യൽ മീഡിയയിൽ വല്ലാത്തൊരു വികേന്ദ്രീകരണം നടക്കുന്നുണ്ട്. അവിടെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഹൈടെക് ആവണമെന്നോ ഒരു പരിപാടി വളരെ പ്രൊഫഷണൽ ആകണമെന്നോ എന്നൊക്കെ സൂചിപ്പിച്ച പോലെ ഒന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ജനകീയത നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയുള്ളൂ. അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ പറയാം. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. ഈ സോഷ്യൽ മീഡിയയെ വിലങ്ങിടുന്ന ഒരവസ്ഥ ചിലപ്പോൾ വരാം. അങ്ങനെ വന്നാൽ ഇതും പ്രശ്നത്തിലേക്ക് വരും. ഈ സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളുകൾ, വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കുണ്ട് അതിശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അവർ ചില പാർട്ടികളെ ശക്തമായി എതിർക്കുന്നു. അവർ പറയുന്ന അധർമ്മത്തെയാണ് എതിർക്കുന്നതെന്നാണ്. പക്ഷെ എന്നാൽ പോലും അവരുടെ നിലപാട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾ അതിൻ്റെ കീഴെ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. കമന്റ് നമുക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ. കമന്റ് വായിക്കുമ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇത്രമാത്രം ഫോളോവേഴ്സ് ഉള്ള ചില ആളുകളെ അവർക്ക് അഡിക്ഷൻ ആയി പോകും. ചില ആളുകൾ, നിശ്ചിത ആളുകൾ, ശ്രോതാക്കൾ, അതിനുശേഷം അവരെന്ത് പറഞ്ഞാലും ഇത് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. തീർച്ചയായിട്ടും. അത് വേടനൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടാവുന്ന. അതെ, 3-3.25 കോടി ഫോളോവേഴ്സ് ആണ് വേടനൊക്കെ. പി കെ ഗോപി സാറിനെ നോക്കുമ്പോൾ 2400 പേരേ ഉള്ളൂ. അപ്പോൾ അതുപോലെയുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു വീഡിയോ കാണുന്നത് വെറും 2000-2400 പേര് കാണുമ്പോൾ വേടൻ പോലെയുള്ള ആളുകളുടെ വീഡിയോ 3-4 കോടി ആളുകളാണ് കാണുന്നത്. അല്ല, അത് പണ്ടും അങ്ങനെയായിരുന്നല്ലോ. അതായത് എപ്പോഴും കവികളെ സംബന്ധിച്ചിടത്തോളം, എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോളോവേഴ്സ് വളരെ കുറവാണ്, അവരുടെ വായനക്കാർ വളരെ കുറവാണ്. അതേസമയത്ത് സിനിമാക്കാരെ സംബന്ധിച്ച്, സീരിയലുകാരെ സംബന്ധിച്ചൊക്കെ, സിനിമാക്കാരെക്കാൾ കൂടുതൽ ഇപ്പോൾ സീരിയലിന് വ്യൂവേഴ്സ് ആണല്ലോ കൂടുതൽ. അതെ. അപ്പോൾ അതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്, അതും ഒരു പരിധിവരെ, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഈ രാഷ്ട്രീയ നിലപാടോടെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ സംസാരിച്ചാൽ അന്യ രാഷ്ട്രീയക്കാരന് അതിൻ്റെ കീഴെ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റ് വരും. ആ കമൻറ്റ് വരും. അതാണ് ഒരു പരിധിവരെ ഇതിനകത്തെ ഈ വേട്ട എന്ന് പറയുന്നത്. ഒരു പരിധിവരെ ജനകീയ വേട്ടയിലൂടെ, അല്ലെങ്കിൽ അതിഭയങ്കരമായ സോഷ്യൽ മീഡിയയുടെ സമ്മർദ്ദത്തിലൂടെ ചില ആളുകളൊക്കെ ഈ പരിപാടി നിർത്തി പോകുന്നുണ്ട്. അല്ല, അങ്ങനെയുള്ളവർക്ക് പറ്റുന്നതല്ലേ പ്രൊഫഷൻ. ഇപ്പൊ നമ്മള് പ്രമുഖരായിട്ടുള്ള ചാനലുകൾ നടത്തുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർമാര് അവരുടെ കമന്റുകൾ വായിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വായിക്കില്ല അവര്.
ഒരു കുറെ ഇങ്ങനെ വെറുതെ നോക്കുകയല്ലാതെ നമ്മളെപ്പോലെ അത് നോക്കി ഒരാളൊരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ അതും നോക്കി വിഷമിച്ചൊന്നും ഇരിക്കില്ല അവര്. അല്ല, അത് തീർച്ചയായിട്ടും അവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. എന്തിനാണ് അവരത് വായിച്ച് വിഷമിക്കുന്നത്? വിഷമിക്കില്ല. ഇല്ലേ, വായിക്കേണ്ട കാര്യമില്ല. കാരണം അത് വായിച്ചോളും. ലക്ഷക്കണക്കിന് ആളുകൾ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ 1-2 നെഗറ്റീവ് സ്ട്രോക്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ 1-2 അതിൽ പകുതിയിലധികം നെഗറ്റീവ് സ്ട്രോക്ക് ആണെങ്കിൽ പോലും ഈ കാര്യവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പത്രത്തിൽ ലേഖനം എഴുതുമ്പോൾ അത് എല്ലാവരും അംഗീകരിക്കണമെന്ന് വിചാരിച്ചെഴുതുന്നത് തെറ്റല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാഴ്ചപ്പാട് എല്ലാവരും അംഗീകരിക്കണം എന്ന് വിചാരിക്കുന്ന അങ്ങേയറ്റം തെറ്റാണ്. അങ്ങേയറ്റം തെറ്റാണ്. കാരണം ഈ ഡെമോക്രസിയിൽ, ജനാധിപത്യത്തിൽ എപ്പോഴും എതിർപ്പുകൾ ഉണ്ടാവണമല്ലോ, ഇല്ലേ? യോജിക്കാനും വിയോജിക്കാനും വേണം. അവിടെ ഡയലോഗാണല്ലോ, അതിന് പ്രസക്തി വേണം. ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഈ പറഞ്ഞ പോലെ ആ ലേഖനത്തിന് എതിർലേഖനം എഴുതിക്കോട്ടെ, ആശയവിരുദ്ധതയുണ്ടെങ്കിൽ, ഇല്ലേ? രാഷ്ട്രീയ ലേഖനം. നമ്മൾ പക്ഷേ ഇത്തരം ആശയങ്ങൾക്കപ്പുറത്ത്, രാഷ്ട്രീയ ഒരാശയം തന്നെ, ആ കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയൊക്കെ കുറച്ച് നാളുകളായിട്ട് വല്ലാത്ത ജീർണാവസ്ഥയിലേക്ക് പോകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ കാണുന്നത് അത് രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും ചർച്ച ചെയ്യുന്നില്ലെന്നുള്ള സത്യം. ഇന്നിപ്പോൾ നമ്മുടെ ചില പ്രമുഖ നേതാക്കന്മാരുടെ അനുസ്മരണമൊക്കെ നടത്തുമ്പോൾ അനുസ്മരണം നടത്തി നമ്മളങ്ങ് പിരിഞ്ഞു പോവുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ വഴി നമ്മൾ നടന്നേ പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഗാന്ധി അനുസ്മരണം നടത്തുന്നു, നമ്മൾ ആ വഴി സ്വീകരിക്കുന്നില്ലല്ലോ. രാഷ്ട്രീയ ജീർണത നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. യുവജനങ്ങൾ എന്താണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാത്തത്, അതിൻ്റെ കാരണം എന്താണെന്ന് അവർ പരിശോധിക്കുന്നില്ല. പുതിയ തലമുറ വരുന്നേ ഇല്ല രാഷ്ട്രീയത്തിലേക്ക്. ഇപ്പോൾ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മുന്നിലൂടെ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ഒരു ഫോട്ടോയുമായിട്ട് ഒരു യൂട്യൂബർ പോകുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടു, അദ്ദേഹം നെഹ്റു ആണെന്നും ജവഹർലാൽ നെഹ്റു ആണെന്നും ഇന്ദിരാഗാന്ധിയുടെ അച്ഛനാണെന്നും അങ്ങനെ പല പേരിലാണ് അദ്ദേഹം, മുൻ രാഷ്ട്രപതിയാണെന്നും അബ്ദുൽ കലാം ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നില്ല, യുവജനങ്ങൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നില്ല. അത് രാഷ്ട്രീയമായ വിജ്ഞാനം പോട്ടെ, പൊതുവിജ്ഞാനത്തിന്റെ കാര്യത്തിൽ പല കുട്ടികളും നമ്മുടെ മേഖലയിൽ പിന്നിലാണ്. അല്ല, അതിനൊരു കാരണം ഈ ജീർണതയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ജീർണത, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ആരാണ്, കള്ളന്മാരാണെന്ന് എന്ന് ധരിക്കുന്ന ഒരു പുതിയ തലമുറയുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഒരുപാട് നല്ല ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇന്നും ഇതൊക്കെ നിലനിന്ന് പോകുന്നത്. അതിൽ നല്ല ആളുകളുടെ നിഷ്ക്രിയത്വമാണ് ഈ നാട്ടിൽ നശിപ്പിക്കുന്നത്, ചീത്ത ആളുകളുടെ ദുഷ്പ്രവൃത്തിയല്ല. നല്ല ആളുകൾ മാറി നിന്നിട്ട് ഇതിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ മഴ നനഞ്ഞിട്ടാണ് നമ്മൾ ഈ പുതിയ തലമുറ നനയാതിരിക്കുന്നത്. പിന്നെ എത്രയോ പേർ വെയിൽ കൊണ്ടിട്ടാണ് ഇവർ ഇല്ലേ തണലിച്ചിരിക്കുന്നത്. അതൊക്കെ അറിയണം അവര്. തന്നെയല്ല, ആ ഒരു കാലഘട്ടത്തെ ആളുകളുടെ ത്യാഗം, ആ കാലത്തെ ആളുകൾ ജീവൻ കൊടുത്ത് നിലനിർത്തിയ സംവിധാനങ്ങളുടെ തുടർച്ചയാണിത്. ആ കാര്യത്തിൽ ഇവർ അറിയേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആണ് നമ്മുടെ സംവിധാനങ്ങൾ വേണ്ടത്. പലരും അതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഐതിഹ്യങ്ങൾ അറിയാത്ത, നമ്മുടെ പുരാണങ്ങൾ അറിയാത്ത, സീതയും രാമനും ആരാണെന്ന് അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ട്. ധാരാളം ഹൈസ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ അധ്യാപകരുടെ ജോലി എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതൊന്നും ക്ലാസ്സുകളിൽ വേണ്ട സമയത്ത് പറയുന്നത്. ഈ പാഠപുസ്തകത്തിലെ ഈ കാര്യത്തിന് അപ്പുറത്തേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇപ്പോൾ +2 ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സിലേക്ക് എന്ന കുഞ്ഞുങ്ങൾക്കൊരു നിസ്സംഗ ഭാവമാണ്. നമുക്ക് നേരെ LKG UKG ഒരു 4th സ്റ്റാൻഡേർഡ് വരെ ക്ലാസ് എടുക്കാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്കൊരു മെസ്സേജ് കൊടുത്താൽ അത് സ്വീകരിക്കുന്നവർ ഒരു 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളാണ്. അതെന്തുകൊണ്ടാണ്? അതിപ്പോ കാരണം ഈ ലോകത്തിന്റെ കാലുഷ്യവും പാരുഷ്യവും ഒന്നും അവരെ ബാധിച്ചിട്ടില്ല. അതാണ്. മറ്റത് നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും അതെ നമ്മൾ അന്യോന്യം മറന്നിരിക്കുമെന്ന് എടശ്ശേരി പറഞ്ഞതുപോലെ, അതാണല്ലോ പഠിച്ചു വരുമ്പോഴേക്കും അന്യോന്യം മറക്കുന്ന അടിസ്ഥാനപരമായ സ്നേഹവും വാത്സല്യം ഒന്നും ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? പഠനം ഇതെല്ലാം നശിപ്പിക്കുന്നു എന്നാണ് ഒരു പരിധി വരെ വരുന്നത്. അങ്ങനെ ആവാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമയപരിധി ഏതാണ്ട് അവസാനിക്കുകയാണ് സാർ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ രാഷ്ട്രീയ ജീർണത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, പുതിയ തലമുറയുടെ മുന്നോട്ടുള്ള ഗതിയെ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു, അല്ലേ? കുറെ കൂടി, അല്ലേ? എങ്ങനെയാണ് അവർക്ക് ജാഗരൂകരാകാൻ കഴിയുക? അവർ ഈ ഒരു തലമുറയിൽ എങ്ങനെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഉയർന്ന കാഴ്ചപ്പാടുള്ള, മൂല്യബോധമുള്ള, പണം മാത്രം ആഗ്രഹിക്കാത്ത ആളുകൾ ചാനലിൻ്റെ തലപ്പത്ത് വരണം. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും വരണം. മാതൃകയാകണം. ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ. മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. ഈ മാതൃക എവിടെയാണ്? നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ മാതൃകകൾ എവിടെയാണ്? ഒന്നിനും നമ്മുടെ കുട്ടികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു കാലത്തൊരു ഭൂതകാലം നമുക്ക് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പം മാതൃകകളില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. വർത്തമാനകാലത്തില്ല, അവിടെയാണ്.
എല്ലാവരും ഈ പറഞ്ഞ പോലെ ചില കുറുക്കു വഴികളിലൂടെയാണ് സഞ്ചാരങ്ങളെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമരംഗം കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നമുക്ക് വളരെ ഉദാത്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അത് മാധ്യമങ്ങൾക്കുണ്ട് വലിയ പങ്ക്. ജനാധിപത്യത്തിൻ്റെ നാലാം തൂൺ എന്ന നിലയിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാപ്രകൾ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നവരുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അല്ലേ? ഇപ്പം നമുക്ക് സത്യസന്ധരായി ജോലി ചെയ്യുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഈ മാധ്യമ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ഹെഡിനെ ഭയപ്പെട്ട് ആ പ്രവൃത്തി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങളൊക്കെ ബലികഴിക്കുകയും ചെയ്യുന്ന എന്തൊരു അവസ്ഥകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരർത്ഥത്തിലേ യുദ്ധമുഖത്ത് ഇപ്പം തന്നെ ഇസ്രായേലിൽ ഗാസയിലേക്കുള്ള സംഭവങ്ങളിൽ ഇറാനുള്ള സംഭവം യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ കണക്കില്ല. അതുപോലെ തന്നെ ഈ ഭീകരവാദികൾ, ഭരണകർത്താക്കൾ, എത്രയോ സമഗ്രാധിപത്യത്തിൻ്റെ വലിയ ശിക്ഷ എന്നവണ്ണം എത്ര എഴുത്തുകാർ, എത്ര മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു. അല്ല, എല്ലാത്തിലും താഴെ കടയിൽ കിടക്കുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്ന സാധാരണക്കാരാണല്ലോ ബുദ്ധിമുട്ടിലാകുന്നത്. മേലെ ഇരുന്ന് ഇവർ എല്ലാ കാര്യങ്ങളും ബിസിനസ് നടത്തുകയല്ലേ. അപ്പോൾ ഇവരാരും ബാധിക്കുന്നത് ഇവർ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന വരുന്ന ചില വിഷ്വലുകൾ ഈ ദൃശ്യമാധ്യമങ്ങൾ പലപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. ഇവർക്കുണ്ടാകുന്നൊരു വേദന അതെല്ലാ രംഗത്തും ഉണ്ടല്ലോ. ഈ ജീർണത എല്ലാ രംഗത്തും ഉണ്ട്. ഏതായാലും ഭരണകർത്താക്കളെ ഭയപ്പെട്ട് മാധ്യമ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു ജനാധിപത്യ രംഗത്ത് രാജ്യത്തെ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല തീർച്ചയായിട്ടും. കാരണം അത് നിർഭയമായ മാധ്യമ പ്രവർത്തനം അനുവദിക്കേണ്ടതാണ്. നെഹ്റു ഒക്കെ ചെയ്ത പോലെ. നെഹ്റു ഒക്കെ ആ കാര്യത്തിൽ വളരെ മാന്യമായ നിലപാടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, നമുക്കിതിലേക്ക് വരാം. ഏതായാലും വളരെ നന്ദിയുണ്ട് സാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിച്ചതിന്. ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ സാമൂഹിക മാധ്യമങ്ങൾക്കും വലിയ പ്രാധാന്യമാണുള്ളത്. ഇത്രയേറെ പ്രാധാന്യം മറ്റ് ഒരു ഭരണക്രമത്തിലും മാധ്യമങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നവരുടെ പിന്നാലെ പായുന്നത്? ഒരുപക്ഷെ ഭരിക്കുന്നവർക്ക് മാധ്യമങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ മാധ്യമങ്ങൾ മുഴുവൻ അതിന് വഴങ്ങേണ്ടതുണ്ടോ? മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരണഘടന അനുശാസിക്കുന്നുണ്ടല്ലോ. നന്ദി, നമസ്കാരം.